ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ സെക്കൻഡ് പാർട്ട് കാണാൻ. ഓക്കെ, കഴിഞ്ഞ പാർട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് ഈ ഒരു രണ്ട് ബണ്ടിൽസിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടാണ്. കിട്ടിയായിരുന്നോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്? മറ്റ് ബണ്ടിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ബണ്ടിൽസ് ആണ് കൺസ്യൂമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ബണ്ടിലാണ് കൺസ്യൂമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കയ്യിലുള്ള മുഴുവൻ വരുമാനവും അയാൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. യെസ് ഓർ നോ? 0.5 എന്ന് പറയുന്ന ബണ്ടിൽ അല്ലേ, 5 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 2, 0 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1. അപ്പോൾ 5 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 2 എന്ന് പറഞ്ഞാൽ 5 into 4 20 rupees കയ്യിലുള്ള ഫുൾ ഇൻകം സ്പെൻഡ് ചെയ്യണം. ഇതോ 4 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1, 0 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 2. അപ്പോൾ 4 into 5 20, അവിടെയും ഫുൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ആൻസറായി വരത്തക്ക രീതിയിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. അതായത് ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ബൈ ഇഫ് ഹി സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് വൺ. എന്താണ് ഇതിൻ്റെ മലയാളം അർത്ഥം? മുഴുവൻ വരുമാനവും ഗുഡ് വണ്ണിന് മേൽ ചെലവഴിച്ചാൽ കൺസ്യൂമറിന് എത്ര ഗുഡ് വൺ വാങ്ങിക്കാൻ പറ്റും? വളരെ ഈസിയാണ് അല്ലേ. എൻ്റെ കയ്യിലുള്ളത് 20 രൂപയാണ്. മുഴുവൻ ഈ 20 രൂപ ഉപയോഗിച്ച് ഞാൻ മുഴുവൻ ഗുഡ് വൺ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഗുഡ് വണ്ണിന് 5 രൂപയാണ്. അപ്പോൾ 20/5 4 യൂണിറ്റ്സ് എനിക്ക് വാങ്ങിക്കാം. യെസ് ഓർ നോ? അതാണ് ആക്ച്വലി ഈ ബണ്ടിൽ പറയുന്നത് അല്ലേ. അതുപോലെ മുഴുവൻ വരുമാനം ഗുഡ് ടുവിന് മേൽ സ്പെൻഡ് ചെയ്താൽ, ഇഫ് ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് ടു, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു ക്യാൻ ദ കൺസ്യൂമർ ബൈ? അങ്ങനെ ചോദിച്ചാൽ അവിടെ നമ്മൾ എന്ത് എഴുതും? എൻ്റെ കയ്യിലുള്ളത് 20 രൂപയാണ്, ഒരു ഗുഡ് ടുവിന് 4 രൂപയാണ്. മുഴുവൻ ഞാൻ ഗുഡ് ടുവിന് മേൽ ചെലവഴിച്ചാൽ 20/4 5 യൂണിറ്റ്സ് വാങ്ങിക്കാം. യെസ് ഓർ നോ? അപ്പം അതാണ് ഇത് അവിടെ കിടക്കുന്ന 0.5. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഇത് പഠിക്കാൻ വേണ്ടിയാണ്. ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ഓൺ വിച്ച് ദ കൺസ്യൂമർ സ്പെൻഡ്സ് ഹിസ് എൻറ്റയർ ഇൻകം എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് സെറ്റ് കണ്ടു അല്ലേ, കുറച്ച് മുൻപ് ഒരു ബഡ്ജറ്റ് സെറ്റ് കണ്ടു നമ്മൾ. ആ ബഡ്ജറ്റ് സെറ്റിൽ 20 രൂപ ഉപയോഗിച്ചിട്ട് ഈ ഗുഡ് വൺ ഗുഡ് ടു ഏതൊക്കെ രീതിയിൽ വാങ്ങിക്കാം എന്നുള്ളൊരു വലിയൊരു സെറ്റായിരുന്നു അതല്ലേ. അതിൽ എല്ലാ ബണ്ടിൽസും ഒരേ സമയം വാങ്ങിക്കാൻ പറ്റില്ല. അതേപോലെ എല്ലാ ബണ്ടിൽസ് വാങ്ങിച്ചാലും കയ്യിലുള്ള മുഴുവൻ വരുമാനം തീർന്നു പോവുകയുമില്ല അല്ലേ. അതിൽ 1-2 ബണ്ടിൽസ് വാങ്ങിച്ചാൽ മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഫുൾ ഇൻകം തീർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ കൺസ്യൂമറുടെ കയ്യിലുള്ള മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ് വൺ ഗുഡ് ടു കോമ്പിനേഷൻസ്, ആ പോയിന്റ്സ്, അത്തരം പോയിന്റ്സ് നമ്മളൊരു ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഒരു ലോക്കസ് വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. യെസ് ഓർ നോ? അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്തായാലും അത്തരം പോയിന്റ്സ് വേണം നമുക്ക്. അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ നമുക്ക് 2 പോയിന്റ് പോരെ. 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ വരയ്ക്കാമല്ലോ. അപ്പോൾ ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അത് എക്സ് ആക്സിലും ടച്ച് ചെയ്യും, വൈ ആക്സിസിലും ടച്ച് ചെയ്യും. യെസ് ഓർ നോ? സോ ബഡ്ജറ്റ് ലൈൻ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈനാണ്. അപ്പോൾ എന്തായാലും എക്സ് ആക്സിലും ടച്ച് ചെയ്യും, വൈ ആക്സിലും ടച്ച് ചെയ്യും. എക്സ് ആക്സിസിൽ ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് വിളിക്കാം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അതേപോലെ വൈ ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നും വിളിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് മാത്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് 0 ആണ്. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആക്സിൽ കിടക്കുന്ന പോയിന്റ്സ് ഇപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 0 ആയിരിക്കും അല്ലേ. 5 എന്ന് പറയുന്നതോ 5 0 ആയിരിക്കും. അങ്ങനെയായിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആണ് എന്ന് വെച്ചാൽ ഞാൻ ഗുഡ് വൺ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഗുഡ് ടു 0 ആണെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വരുമാനം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഗുഡ് വൺ എത്ര വാങ്ങിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 രൂപ, ഒരു ഗുഡ് വണ്ണിന് 5 രൂപ. സോ എനിക്ക് 4 എണ്ണം വാങ്ങിക്കാം. യെസ് ഓർ നോ? 4 യൂണിറ്റ്സ് വാങ്ങിക്കാം. ഇതന്നെ ബണ്ടിലായിട്ട് എഴുതിയാൽ 40 അല്ലേ ബണ്ടിൽ. 4 യൂണിറ്റ് ഗുഡ് വണ്ണും 0 യൂണിറ്റ് ഗുഡ് ടൂവും. ഈ പോയിന്റ് എവിടെ വരും? എക്സാക്ട്ലി ഈ ഒരു പോയിന്റ് അല്ലേ 40 എന്ന് പറയുന്ന പോയിന്റ്. ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർമുല ഉണ്ട്. 20 എന്ന് പറയുന്നത് എം അല്ലേ, മണി ഇൻകം. 5 എന്ന് പറയുന്നത് P1 അല്ലേ, P1. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ഫോർമുല ഇസ് M/P1, അതായത് ഇൻകം ബൈ പ്രൈസ് ഓഫ് ഗുഡ് വൺ. അപ്പോൾ പോയിന്റ് എഴുതുമ്പോഴും നമുക്ക് അങ്ങനെ എഴുതാം, M/P1, 0. ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് ചോദിച്ചാൽ ഇങ്ങനെ പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം. അതല്ല നമ്മൾ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ബൈ ഇഫ് ഹി സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ 4 യൂണിറ്റ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇന്റർസെപ്റ്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യണം കേട്ടോ, 4,0. ഇതുപോലെ വേർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അറിയാലോ. വൈ ആക്സിലെ എല്ലാ പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ്സ് 0 ആണ്.
അങ്ങനെയാണെങ്കിൽ ഗുഡ് വൺ വാങ്ങിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. മുഴുവൻ വരുമാനം ഗുഡ് ടുവിന് സ്പെൻഡ് ചെയ്താൽ 20 rupees by 4 rupees. ആൻസർ 5 units. യെസ് ഓർ നോ? അപ്പോൾ അത് പോയിന്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരും? 0.5. ഫോർമുല എന്താ? 20 m ആണ്, 4 എന്ന് പറയുന്നത് P2 ആണ്. അപ്പോൾ പോയിന്റ് ആയിട്ട് എഴുതണമെങ്കിൽ 0,m/P2. ഇതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അപ്പോൾ 0.5 ഇതല്ലേ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ചൂസ് ചെയ്താലും അല്ലെങ്കിൽ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഈ ലൈനിലുള്ള ഏത് പോയിന്റ് ചൂസ് ചെയ്താലും കൺസ്യൂമറുടെ മുഴുവൻ വരുമാനവും തീരും. അല്ലെങ്കിൽ മുഴുവൻ വരുമാനവും സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ ബണ്ടിൽസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത്തരം ബണ്ടിൽസിലൂടെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ലൈൻ ഇസ് കോൾഡ് ബഡ്ജറ്റ് ലൈൻ. എക്സാമിന് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ചോദിച്ചിരുന്നു. അതുപോലെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ, ഈ ടോപ്പിക്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ? ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരുന്നു? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു m ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ P1 എത്രയാണ്? 5x1 പ്ലസ് P2 എത്രയാണ്? 4x2 ഈക്വൽ ടു m എത്രയാണ്? 20. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ആ ലൈനിൽ സ്ലാൻഡ് ആയിട്ട് എഴുതും. അങ്ങനെ ഒരു പതിവ് നമുക്കുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ ഓക്കെ അല്ലേ? നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇതേ രണ്ട് പോയിന്റ്സ് അല്ലേ, അതായത് ഇപ്പോൾ 4005 ഈ രണ്ട് പോയിന്റ്സ് അല്ലേ ആക്ച്വലി നമ്മൾ നേരത്തെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞത്. ആ രണ്ട് ബണ്ടിൽസും 20 രൂപയും ചിലവാകുന്ന ബണ്ടിൽസ് ആണ്. അപ്പോൾ ആ രണ്ട് ബണ്ടിൽസ് വെച്ചിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിച്ചാലും മതി. ഈ ക്വസ്റ്റ്യനിൽ ഈ എക്സാമ്പിളിൽ അത് തന്നെയായിരുന്നു ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. ഇതിനിടയിലുള്ള വേറെ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടാം. അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടായാൽ മതി. ആ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ കൂടുതൽ പ്രാവശ്യവും നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ഫോർമുലയും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെ ഫോർമുലയും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പോയിന്റ്സ് ഓൺ എബവ് ആൻഡ് ബിലോ ബഡ്ജറ്റ് ലൈൻ. സിമിലർ ടോപ്പിക് നമ്മൾ PPCയിലും വരാനിരിക്കുന്ന ഇൻഡിഫറൻസ് കർവിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. പോയിന്റ് ഓൺ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിലുള്ള ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താ? കൺസ്യൂമറിന്റെ കയ്യിലുള്ള മുഴുവൻ വരുമാനവും സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? ആ ബണ്ടിലിനെയാണ് നമ്മൾ എഫിഷ്യന്റ് ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. ബഡ്ജറ്റ് ലൈനിന് പുറത്തുള്ളൊരു ബണ്ടിൽ എന്താ? എൻ്റെ കൺസ്യൂമറിന് ഇപ്പോൾ അത് ആ ഒരു ബണ്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള കപ്പാബിലിറ്റി ഉണ്ടോ? ഇല്ല, കയ്യിൽ പൈസ ഇല്ല, അതിൽ കൂടുതൽ പൈസ വേണം. സോ ആ ഒരു ബണ്ടിലിനെയാണ് നമ്മൾ പ്രിഫേർഡ് ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. വേറൊരു പേര് കൊടുക്കുകയാണെങ്കിൽ സുപ്പീരിയർ ബണ്ടിൽ എന്നും വിളിക്കാറുണ്ട്. ഈ അകത്ത് കിടക്കുന്ന ഈ ഒരു ബണ്ടിലില്ലേ, ദാറ്റ് ഇസ് കോൾഡ് ഇൻഫീരിയർ ബണ്ടിൽ. മീൻസ് എൻ്റെ കയ്യിലുള്ള മുഴുവൻ വരുമാനവും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അകത്ത് കിടക്കുന്ന ബണ്ടിൽസ് ആണെങ്കിൽ. ഇത് എക്സാമിന് ചോദിക്കാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ബഡ്ജറ്റ് ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. നമ്മുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഫോർമുല എന്ന് പറയുന്നത് -P1/P2. പ്രൈസ് റേഷ്യോ ആണ്. P1 P2വിൻ്റെ റേഷ്യോ. സ്ലോപ്പ് എന്ന് വെച്ചാൽ ചരിവ് എന്നാണ് അർത്ഥം. ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വേണമെങ്കിലും കിടക്കാം അല്ലേ? ഇത് രീതിയിൽ ഇങ്ങനെ പല പല ചരിവിൽ കിടക്കാം. ആക്ച്വലി ആ സ്ലോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് പ്രൈസ് റേഷ്യോ ആണ്. P1 P2 എന്താണെന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ബണ്ടിൽസ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ P1 P2 അനുസരിച്ചാണ് നമ്മൾ ബണ്ടിൽസ് X1 X2 മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് P1 P2വിനനുസരിച്ചായിരിക്കും ബഡ്ജറ്റ് ലൈൻ ഏത് രീതിയിൽ ചെരിഞ്ഞ് കിടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സ്ലോപ്പിൻ്റെ ഫോർമുല -P1/P2 ആണ്. ഫോർമുലയിൽ തന്നെ മൈനസ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ -5/4 അല്ലേ? 5 ആണ് P1, P2 4 ആണ്. സോ -5/4 എടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? -1.25. ഇതാണ് സ്ലോപ്പ്. ഏകദേശം മെജോറിറ്റി ടോപ്പിക്സ് റിലേറ്റഡ് ടു ബഡ്ജറ്റ് ലൈൻ നമ്മൾ രണ്ട് പാർട്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ രണ്ട് പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മോഡൽ എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത് പബ്ലിക് എക്സാമിനേഷനും വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ട് പാർട്ടും നന്നായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇനി ഞാൻ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾക്കൊരു ടാസ്ക് തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ടാസ്ക് ഇതാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയതിൻ്റെ ബേസിസിൽ P1 3 rupees, P2 4 rupees, M 12 rupees. പ്രൈസ് ഓഫ് ഗുഡ് 1 3 രൂപ, പ്രൈസ് ഓഫ് ഗുഡ് 2 4 രൂപ, കൺസ്യൂമറുടെ ഇൻകം 12 രൂപ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ നമ്മുടെ ഈ രണ്ട് പാർട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റിയോ
ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ കമൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻസിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.